ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ കണ്ണൂർ സ്റ്റേഷനിലെത്തിയിട്ടോ അവിടെ നിന്ന് ഡയറക്റ്റ്ലി നമ്മൾ റൂമിലേക്കാണ് പോയത്. ഒരൊറ്റ റൂം തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു റൂമിൽ 2 ബെഡ്സ് വരുന്ന രീതിയിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. സെപ്പറേറ്റ് ആയിട്ട് റൂമൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ റൂംസും കാര്യങ്ങളും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ റൂമിലെത്തി കുളിച്ച് ഫ്രഷായി നമ്മൾ ഡയറക്റ്റ്ലി അമ്പലത്തിലേക്കാണ് ഇപ്പോൾ പോയത്. അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു മഴക്കോൾ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും ചെറിയ രീതിയിൽ മഴ കൂടി പെയ്യാൻ തുടങ്ങി. മഴ കൂടി പെയ്തപ്പോൾ നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ, ചുറ്റിനും കാണാൻ വേണ്ടി തന്നെ. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി തൊഴുതു. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളിലേക്ക് ഞാൻ ഫോൺ അധികം എടുത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി. നല്ല രീതിയിൽ തന്നെ നമുക്ക് തൊഴാൻ പറ്റി. അപ്പോൾ പുറത്ത് നിറച്ചും കടകളും കാര്യങ്ങളായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഗുരുവായൂർ ക്ഷേത്രമാണ് കേട്ടോ ഓർമ്മ വന്നത്. അവിടെയും ഇതുപോലെ ചുറ്റിനും കടകളും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ 2-3 ക്ഷേത്രത്തിലേക്കും കൂടി പോയായിരുന്നു. എന്നിട്ട് അവിടെ അടുത്ത് തന്നെയുള്ളൊരു പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കും കൂടി ഒരു ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പാർക്കിലും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന്മാരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ഓട്ടോയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, ഫുൾ അമ്പലത്തിലും കാര്യങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അന്ന് അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസത്തെ ട്രെയിനിൽ നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് വന്നിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.